നമ്മളെ വേദനിപ്പിച്ചവരോ, പരസ്യമായിട്ട് അവഹേളിച്ചവരോ, നമ്മളെ സങ്കടപ്പെടുത്തിയവരോ, നമ്മളെ വേദനിപ്പിച്ച, നമ്മളെ ബുദ്ധിമുട്ടിച്ച മനുഷ്യരോ, സാഹചര്യങ്ങളോ, നമ്മളെ വീഴ്ത്താൻ ശ്രമിച്ച പിശാചിന്റെ എന്തിന്റെ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും മുകളിൽ കുരിശിൽ വിജയം നേടിയവനാണ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഈശോ. പരസ്യമായിട്ട് ചിലപ്പോൾ നമ്മൾ അവഹേളിക്കപ്പെട്ടിട്ടുണ്ടാകാം, പരസ്യമായിട്ട് നമ്മൾ നാണം കെട്ടിട്ടുണ്ടാകാം. പക്ഷെ ഈശോയിൽ അഭയം തേടിയ മക്കൾക്ക് ഈശോ നൽകുന്ന ഒരു ബോധ്യമാണ്, നിങ്ങളെ ഞാൻ പരസ്യമായിട്ട് ഒരു സാക്ഷ്യമാക്കി നിർത്തും. മൈക്കിന്റെ സ്റ്റാൻഡല്ല, ഇങ്ങനെ ഒരു അൾത്താരല്ല. ജീവിതത്തിന്റെ ക്ലേശങ്ങൾ നിങ്ങളെ സുവിശേഷ പ്രഘോഷകരാക്കി മാറ്റും. കാരണം ആ ക്ലേശങ്ങളിൽ നിങ്ങൾ ഈശോയെ തള്ളിപ്പറയാതെ എന്നെ ഈശോ പരസ്യമായിട്ട് ഉണർത്തും, സാക്ഷ്യമാക്കി മാറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞ് പിടിച്ചു നിന്നാൽ യു ആർ ബിക്കമിങ് ആൻ ഇവാഞ്ചലിസ്റ്റ്. നിങ്ങളൊരു സുവിശേഷ പ്രഘോഷകൻ, സുവിശേഷ പ്രഘോഷകയാണ്. സഹനങ്ങൾ സ്നേഹിക്കേണ്ടത്, ഈശോയെ മുറുകെ പിടിക്കേണ്ടത്, ഈശോയിൽ വിശ്വസിച്ച് നല്ല ക്രിസ്ത്യാനിയായിട്ട് സഭയുടെ മക്കളായിട്ട് നിൽക്കേണ്ട ഒറ്റ കാര്യം, ലോകത്തിന്റെ സകല നിയമങ്ങളെയും, ലോകത്തിന്റെ സകല എഴുത്തുകളെയും, ലോകത്തിന്റെ സകല ശാപങ്ങളെയും, നിന്റെ മേലുള്ള ലോകത്തിന്റെ വിധികൽപ്പനകളെയും മുഴുവൻ ഈശോ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തിരിക്കുന്നു. ഇതല്ല നമുക്ക് കേൾക്കേണ്ടത്, ഇതല്ല നമ്മുടെ ആത്മീയത എന്നൊക്കെ ചിന്തിച്ചു പോകുന്നൊരു കാലമായി പോയി.